കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടുള്ള ലേറ്റ് 20s ഒരു കപ്പിള്. രണ്ടുപേർക്കും വീക്ക്ലി 5 days വർക്ക് ഉണ്ട്. സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് ലീവ് ഉള്ളത്. തിങ്കൾ മുതൽ വെള്ളി വരെ ഫുള്ള് ജോലി ചെയ്ത് സ്ട്രെസ്ഡ് ഔട്ട് ആയ വൈഫിന് വീക്കെൻഡ് ഫുള്ള് തന്റെ ഹസ്ബൻഡിന്റെ കൂടെ സമയം ചെലവഴിക്കണം എന്നാണ് ആഗ്രഹം. മറിച്ച് ഹസ്ബൻഡ് ആണെങ്കിൽ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുമാണ്. ഓൾസോ ഭയങ്കര ഫുട്ബോൾ പ്രേമിയുമാണ്. വർഷങ്ങളായി അവര് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എല്ലാ സാറ്റർഡേസും ഫുട്ബോൾ കളിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യം കുറച്ച് പ്രാവശ്യമൊക്കെ ഹസ്ബൻഡിന്റെ കൂടെ ഫുട്ബോൾ കാണാനായിട്ട് പോയിരുന്നു. പക്ഷെ വൈഫിന് സ്പോർട്സിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് അതൊന്നും എൻജോയ് ചെയ്യാനും പറ്റിയില്ല. ഫുള്ള് ബോറടിക്കുന്ന പോലെ തോന്നി. വീക്കെൻഡ്സ് ഫുള്ള് ഹസ്ബൻഡിന്റെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുള്ള വൈഫിന് സാറ്റർഡേസ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ലോൺലി ഫീൽ വരുന്നു. ആ സങ്കടവും ദേഷ്യവും ഒക്കെ കളി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിന്റെ അടുത്ത് കാണിക്കുന്നു. അങ്ങനെ അവരുടെ സൺഡേയും കുളവാകുന്നു. ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അപ്രോച്ച്? ലെറ്റ്സ് തിങ്ക്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം. ഒരു ബിസി വർക്ക് വീക്ക് കഴിഞ്ഞ് റിലാക്സ് ആവാനായിട്ട് ഹസ്ബൻഡും വൈഫും ചൂസ് ചെയ്തിരുന്ന ഓപ്ഷൻസ് രണ്ടും ഡിഫറെന്റ് ആയിരുന്നു. ഇങ്ങനെ 2 ഡിഫറെന്റ് ഇമോഷണൽ നീഡ്സ് പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ളപ്പോൾ തന്റെ ആവശ്യം പാർട്ട്ണർ എന്തായാലും നടത്തി തരേണ്ടതാണ്. പക്ഷെ ഹസ്ബൻഡ് അത് ചെയ്യുന്നില്ല എന്ന് വൈഫ് വിചാരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതാണ് എപ്പിസോഡ് 11 ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് എക്സ്പെക്ട് ദ റിലേഷൻഷിപ്പ് ടു മീറ്റ് ഓൾ ദെയർ നീഡ്സ്. ഈ സീരീസിലെ എല്ലാ എപ്പിസോഡിന്റെയും ഫുൾ വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാൻ മറക്കരുത്.